നോമ്പെടുക്കാൻ കഴിയുന്ന ആളുകളോടാണ് നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. നിസ്കാരം പോലെയല്ല. നിസ്കാരത്തെ പറ്റി പറയുന്നത് അവർക്ക് ബുദ്ധിയും ശുദ്ധിയും ഉണ്ടെങ്കിൽ അത് ഏത് രോഗാവസ്ഥയിലാണെന്നുണ്ടെങ്കിലും അവർക്ക് കഴിയുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നിസ്കരിക്കണം. പക്ഷെ നോമ്പ് അങ്ങനല്ല. നോമ്പിന് ഇളവുണ്ട്. നോമ്പ് നോൽക്കാൻ കഴിയാത്ത ശരീരപ്രകൃതി രോഗികൾ, അവർക്ക് നോമ്പിൽ നിന്ന് ഇളവുണ്ട്. പക്ഷേ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ അതൊരു ഇളവായി എടുത്തുകൊണ്ട് നിസാര രോഗത്തിന് പോലും നോമ്പ് ഒഴിവാക്കുന്ന ആളുകളുണ്ട്. എൻ്റെ ക്ലിനിക്കിൽ വരുന്ന ധാരാളം ആളുകൾ അവർ വർഷങ്ങളായിട്ട് നോമ്പെടുക്കുന്നില്ല. കാരണം എന്താ പറഞ്ഞത്? ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് നോമ്പെടുക്കരുത്. കാരണം അവരെ സംബന്ധിച്ച് അത്ര വലിയ സീവിയർ ഡിസീസൊന്നും അവർക്കില്ല. അപ്പോൾ അതിനവർ കാരണം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ മരുന്ന് കഴിക്കുന്നുണ്ട്. നമ്മളുടെ ചികിത്സയിലേക്ക് വരുമ്പോൾ മരുന്ന് വേണ്ട. ഞാൻ അവരോട് പറയും നിങ്ങൾ നോമ്പെടുക്കൂ. അങ്ങനെ വർഷങ്ങളായിട്ട് നോമ്പെടുക്കാത്ത ആളുകൾ ഇപ്പോൾ വർഷങ്ങളായിട്ട് ശരിയായ രീതിയിൽ നോമ്പെടുക്കുന്നുണ്ട്. അവർക്ക് യാതൊരു തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല. അപ്പോൾ ഇവിടെ മെയിൻ വിഷയം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു മെയിൻ സെറ്റിംഗ് ആണ്. എന്നാൽ അപകടമുണ്ടാകുന്ന രീതിയിലുള്ള രോഗികൾ എന്ത് ചെയ്യണം? നോമ്പ് ഒഴിവാക്കണം. അപ്പോൾ ഒരാൾ ഒരു പ്രമേഹ രോഗി നോമ്പെടുത്തു ഉദാഹരണത്തിന്, അയാൾക്ക് ഒരു നോമ്പ് പറക്കുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പ് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, അതായത് തളർച്ച വന്നു, ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ട്. അപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യും, നോമ്പ് പറക്കാൻ ഇനി കുറച്ച് സമയമല്ലുള്ളൂ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അപകടത്തിന് കാരണമാവും. അപ്പം അങ്ങനെയുള്ള ആളുകൾ നോമ്പ് മുറിക്കണം. അതായത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നോമ്പ് കൊണ്ട് അവർക്ക് ശാരീരികമായിട്ടുള്ള പ്രയാസം ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ഞാൻ പറഞ്ഞത് അതല്ല, ചെറിയ രോഗങ്ങൾക്ക് പോലും അല്ലെങ്കിൽ മരുന്ന് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് നോമ്പ് ഒഴിവാക്കുന്ന ആളുകൾ ഒരിക്കലും നോമ്പ് ഒഴിവാക്കേണ്ട ആവശ്യമില്ല.